അയ്യോ വണക്കം. അങ്ങനെ തമിഴകത്തിൻ്റെ മുതൽവരായി വിജയ് ഇങ്ങനെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയ് ഒപ്പിട്ട 2-3 ഫയലുകളൊക്കെ ഗംഭീരമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇന്ന് സ്റ്റാലിനെ കാണാൻ വിജയ് പോയിട്ടുണ്ട്. അതൊരു നല്ല മൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം തമിഴകത്തിൻ്റെ മുൻ മുതൽവരായിട്ടുള്ള സ്റ്റാലിനെ കണ്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ക്ഷമിക്കണം ഉപദ്രവിക്കുന്നത് ജീവിതമാണ് എന്നുള്ള രീതിയിലാണ് വിജയ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. വിജയ് പൊതുവെ അറിയാമല്ലോ, പുള്ളി ഒരു ഇൻട്രോവേർട്ടാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞ് കേൾക്കുന്നത്. അങ്ങനെ ഇൻട്രോവേർട്ടായിട്ടുള്ള വിജയ് സ്റ്റാലിൻ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിഞ്ഞുകൂടാ, ഇതുപോലെ തന്നെയാണ് തോന്നിയത്. അതായത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഈ വിജയം, ഒന്നും തോന്നരുത് കേട്ടോ എന്നുള്ള രീതിയിലാണ് വിജയ് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും, പക്ഷേ വിഷയം അതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയുടെ അമ്മ വിജയെ നോക്കി അവരുടെ കണ്ണ് ഈറഞ്ഞണിയുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ കണ്ണ് ഈറഞ്ഞണിയുമ്പോൾ, അതായത് അവരിങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പം സൈഡിൽ തൃഷയുടെ കണ്ണ് ഈറഞ്ഞണിയുന്നത് അമ്മ കണ്ടു. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, അതിൽ നമ്മുടെ ഇന്നസെൻറ്റ് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ ഫഹദ് ഫാസിൽ നോക്കുമ്പോൾ ഫഹദ് ഫാസിൽ ഇരുന്ന് കരയുന്ന ഒരു മീമുണ്ട്. ആ മീമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. അമ്മ ഇങ്ങനെ കരഞ്ഞ് താഴോട്ട് ഇങ്ങനെ നോക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ തൃഷ നോക്കിയപ്പോൾ തൃഷ പൊട്ടി കരയുകയാണ് വിജയെ നോക്കിയിട്ട്. വിജയ് CM ആവുന്ന സീനാണല്ലോ. സംഭവം അതൊന്നുമല്ല. സംഭവം കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ ആയിരുന്നു. മദേഴ്സ് ഡേയിൽ വിജയുടെ മദറിന് കൊടുത്തത് നല്ലൊരു ഗിഫ്റ്റാണ്. പക്ഷേ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ അമ്മയായിട്ടുള്ള വിജയുടെ ഭാര്യയെ നോക്കി കഴിഞ്ഞ ദിവസം എന്തായിരിക്കും പറഞ്ഞത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചാ വിഷയം. അതായത് ഒരു ഭാഗത്ത് ഒരമ്മ വേദനിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരമ്മ സന്തോഷിക്കുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിലെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് ഇങ്ങോട്ടാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായിരുന്നാലും വിജയും തൃഷയും വിവാഹിതരാകുമോ എന്നാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നതും. വിജയ് ഇപ്പോൾ CM ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിജയ് ഒന്നെങ്കിൽ തൃഷയെ സൈഡിൽ ഇതുപോലെ ബെസ്റ്റിയായിട്ട് കൊണ്ടുപോവുക, എന്നിട്ട് സമയം വരുമ്പോൾ തൃഷയെ പാർട്ടിയിലേക്ക് പ്രവേശിപ്പിച്ച് തൃഷയെ തൻ്റെ അനുയായിയാക്കി വളർത്തിക്കൊണ്ടുവരിക. ഇല്ലെങ്കിൽ വിജയ് എന്ത് ചെയ്യുക, തൃഷയെ വിവാഹം കഴിച്ച് അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഉയരുന്നത്. പിന്നെ പല ആൾക്കാരും, പ്രത്യേകിച്ച് അണ്ണൻ്റെ ഫാൻസൊക്കെ പറയുന്നുണ്ട് ഇത് അവരുടെ പ്രൈവറ്റ് ലൈഫാണ്, അതായത് അവരുടെ പ്രൈവസിയാണ്, ആ പ്രൈവസിയിൽ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞുമോനെ, നമ്മുടെ പൊളിറ്റിക്സിലുണ്ടല്ലോ, പൊളിറ്റിക്സിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മലം, മൂത്രം, കഫം, രക്തം എല്ലാം പരിശോധിക്കും. അപ്പോൾ അങ്ങനെ പരിശോധിച്ചിട്ടാണ് പൊളിറ്റിക്സിനകത്തോട്ട് പല ആൾക്കാരും എൻ്റർ ചെയ്യുന്നത്. ഇങ്ങനെ പറയേണ്ട, അയ്യോ അത് ഞങ്ങളുടെ അണ്ണൻ്റെ പ്രൈവറ്റ് ലൈഫാണ്, അത് പറയേണ്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അണ്ണൻ്റെ അന്ധമായിട്ടുള്ള ഫാൻസാണ്. കാരണം അവർക്ക് അണ്ണനെ ന്യായീകരിച്ചേ പറ്റൂ. അണ്ണൻ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കാതെ വരേണ്ടത് അവരുടെ തന്നെ ഒരു വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. പോരാത്തത് ഇനി നാളെ ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു ഹ്യൂജ് വിഷയം വന്നാലും വിജയ്ക്ക് ഈ ഒരു വലിയ ഫാൻ ബേസിനെ വെച്ചും ഈ സോഷ്യൽ മീഡിയ പവർ വെച്ചും അതിനെ നേരിടാനായിട്ട് സാധിക്കും. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്നാമത് ഫാൻ ബേസ്, രണ്ടാമത് സോഷ്യൽ മീഡിയ പവർ. എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക, ആ നെറേറ്റീവ് സൃഷ്ടിച്ച് അത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, ഇതാണ് വേണ്ടത്. കരൂർ വിഷയത്തിൽ വിജയ്ക്ക് അത് വളരെ പെട്ടെന്ന് പറ്റി. അണ്ണാമല എന്ന് പറയുന്ന ഒരാൾ വിജയെ ന്യായീകരിക്കുക കൂടെ ചെയ്തതോടുകൂടെ വെട്ടിയിറ അണ്ണൻ്റെ ക്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലയിലെ 10 ക്ലിപ്പ് വെട്ടി ഒരു 10,000 വാട്സപ്പിലോട്ട് അങ്ങ് ഫോർവേഡ് ചെയ്ത കാര്യം അങ്ങോട്ട് അവിടെ ക്ലിയറായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടെ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തൃഷ വിജയുടെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്നിട്ട് കരഞ്ഞു. മാധ്യമങ്ങളാണെങ്കിൽ ജൂം ചെയ്ത് എടുക്കാതിരിക്കുകയാണ്. നീലക്കുയിലും മഞ്ഞക്കുയിലൊന്നും ഇല്ല അവിടെ. യഥാർത്ഥത്തിൽ ഈ സാറ്റലൈറ്റ് ചാനലുകൾ തന്നെ നീലക്കുയിലിൻ്റെ നിലവാരേ പുലർത്തുന്നുള്ളൂ. അങ്ങനെ അവർ സൂം ചെയ്ത് തൃഷ കരയുന്നതും എടുത്തു. അത് കഴിഞ്ഞ് അവർ നേരെ തൃഷയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി തപ്പിയപ്പോൾ തൃഷ ഇട്ടിരിക്കുന്ന പ്രണയം എപ്പോഴും അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഇട്ടിരിക്കുന്നു. ഈ അവിഹിതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ പേരിലാണ് വിജയുടെ ഭാര്യ വിജയെ ഡൈവോഴ്സ് ചെയ്യാനായി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം വിജയുടെ മകൻ എന്ത് ചെയ്തു, ഇയാൾ എൻ്റെ അച്ഛനല്ല, എനിക്ക് ഇയാളുടെ പേരിൻ്റെ ബൈലൈൻ വേണ്ട എന്ന് പറഞ്ഞ് ജെയ്സൺ സഞ്ജയ് എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രം എടുത്തിട്ട് വിജയുടെ പേര് തൻ്റെ പേരിൽ നിന്നെടുത്ത് മാറ്റിക്കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഇത്രയും നാളും വിജയുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്ന സ്വന്തം ഭാര്യ അവിടെ ഇല്ലാത്തത് ഒരു കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വിജയുടെ ഫാൻസിന് അതുണ്ടാകില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വിജയുടെ ഫാൻസിന് വിജയെ ന്യായീകരിച്ച് മാത്രമേ ശീലമുള്ളൂ, അങ്ങനെ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. പിന്നെ അവിഹിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പല അഭിപ്രായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിഹിതത്തിനെ ന്യായീകരിച്ച അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, അവിഹിതത്തെ ഗ്ലോറിഫൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്.
അവിഹിതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന പല ആൾക്കാരുമുണ്ട്. ചില ആൾക്കാരുടെ അഭിപ്രായം വളരെ വ്യത്യസ്തമാണ്. അതായത് അവിഹിതത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ആ ആൾക്കാരുടെ മനോനില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അതായത് ഒരു പങ്കാളി, ആ പങ്കാളിയുടെ കയ്യിൽ നിന്നും എപ്പോഴും അവഗണനയും, ആ പങ്കാളിയുടെ കയ്യിൽ നിന്നും എപ്പോഴും ദുഃഖവും മാത്രമാണ് കിട്ടുന്നത്. തനിക്ക് ആ ജീവിതത്തിൽ ഒരു സുഖവും കിട്ടുന്നില്ല. അങ്ങനെ സുഖം കിട്ടാത്ത ആ ഒരു ജീവിതത്തിൽ പങ്കാളിയെ ഉപേക്ഷിച്ച് പോകാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വിശാലമാകുന്ന ഈ സാഗരത്തിൻ്റെ സൈഡിൽ ഇരുന്ന് ഒരു ചൂണ്ടയിടുന്നത് തെറ്റില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പോരാത്തതിന് ഈ അവിഹിതം എന്ന് പറയുന്നൊരു സാധനം, അതിലേർപ്പെടുന്ന ആൾക്കാരുടെ മനോനില അത് നമ്മൾ പരിശോധിക്കണം എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. കാരണം അവരുടെ മനോനില അത് തെറ്റുള്ളൊരു കാര്യമല്ല. കാരണം ഈ പ്രണയമെന്ന് പറയുന്നത് അഖില ലോക സാഗരമാണ്, അത് ഒരാളോട് മാത്രം തോന്നേണ്ട കാര്യമല്ല എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ വേറെ ചില ആൾക്കാർ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം അത് യഥാർത്ഥത്തിൽ ഉണക്കമീൻ പോലെയാണ്, എല്ലായിടത്തും നാറിയാലും നമുക്ക് മാത്രം നല്ല മണമായിരിക്കും എന്നും വേറെ ചില ആൾക്കാർ പറയും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ അവിഹിതത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് എടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം 100,000 അഭിപ്രായങ്ങൾ വരും. ചില ആൾക്കാർ വന്ന് തെറി വിളിച്ചിട്ട് പോകും. അതായത് മനുഷ്യനെന്ന് പറയുന്നത് എന്തൊരു മോണോഗമസ് ആണ്, പോളിഗമസ് അല്ല, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്ന് തെറി വിളിച്ചിട്ട് പോകും. പിന്നെ വേറെ ആൾക്കാരാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഇമോഷണലായിട്ട് ആക്രമിക്കുന്ന ആൾക്കാരാണ്. അവർ വന്ന് പറഞ്ഞിട്ട് പോകും ഇത് പ്രണയമെന്ന് പറഞ്ഞാൽ അഖില ലോക സാഗരമാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്ത് തന്നെ ആയിരുന്നാലും ഈ അവിഹിതം എന്ന് പറയുന്നൊരു സാധനം തുടങ്ങുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ട്രോമറ്റൈസ് ആകുന്ന ഒരാളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതായത് ഒരു ഭർത്താവ് അവിഹിതം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭാര്യ അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ അതിന് വിഹിതമല്ലാത്തത്. അതായത് അവിഹിതം എന്ന് പറയുന്നത് ഭാര്യ അറിയാതെ ചെയ്യുന്ന ആ കാര്യം ഭാര്യ അറിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വിഷമം, ഒരു പൊട്ടിത്തെറി, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരാൾ അപ്പുറത്ത് വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു കാര്യമാണ് എന്ന് ഭൂരിഭാഗം സമൂഹവും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായാലും ഈ ഭൂരിഭാഗം സമൂഹത്തിലെയും പകുതിയോളം പേർ അവിഹിതത്തിൽ ഏർപ്പെടുന്നതാണ്. പക്ഷേ അത് ഭാര്യ അറിയുന്നില്ല. അതാണ് അവരുടെ ഗുട്ടൻസ് എന്ന് പറയുന്നത്. അത് ഭാര്യ അറിയുന്നില്ല, ഭാര്യ ഒരു കാലത്തും അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഗുട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. പക്ഷേ അങ്ങനെ അവർ കൊണ്ടുപോകുമ്പോഴും അവരുടെ മനോനില, അതായത് ഭാര്യ അറിയാതെ ഈ അവിഹിതം കൊണ്ടുപോകുമ്പോൾ, ഭർത്താവ് അറിയാതെ ഭാര്യ ഈ അവിഹിതം കൊണ്ടുപോകുമ്പോൾ ഇവരുടെ മനോനില മരണം വരെയും ഭയങ്കര താളം തെറ്റിക്കിടക്കും. അതായത് ഇത് ഭാര്യ അറിയോ എന്നുള്ള താളം. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇതിലും ടോപ്പായിട്ടുള്ള ആൾക്കാർ, അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്കാർ ഭാര്യയെ അറിയും, ഭാര്യ ട്രോമറ്റൈസ് ആവും, എന്നാൽ ഭാര്യയ്ക്ക് അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ധൈര്യവും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള പല 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 സിറ്റുവേഷൻസാണ് ഈ അവിഹിതത്തിലുള്ളത്. വിജയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ്. കാരണം പൈസയുണ്ട്, ഫെയിമും ഉണ്ട്, എല്ലാം ഉണ്ട്, ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന വിജയ്ക്ക് എന്തിനാണ് ഒരു അവിഹിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും, പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ നമ്മൾ സദ്യയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും തൊട്ടപ്പുറത്ത് ഒരുത്തന്നെ ഒരു ബിരിയാണി കൊണ്ടുവച്ച് തിന്നുമ്പോൾ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടൊന്നും നോക്കൂലേ എന്ന് പറയുന്നത് പോലെയാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിജയും തൃഷയും തമ്മിലുള്ള ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ നമ്മുടെ സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായികയുണ്ട്. ഈ ഗായിക വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരൊരു കിളിപോയ ഗായികയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇവരുടെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഗേ ആണ്. ഇവർ തൃഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൃഷ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ലേഡിയാണ്. തൃഷ ഒരുപാട് പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. തൃഷ വിജയെ മാത്രമല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. തൃഷ തായ്ലൻഡിൽ കൊണ്ടുപോയി ഒരു കല്യാണം കഴിഞ്ഞ യുവതി, ആ യുവതിക്കൊരു മകനുണ്ട്, വളരെ പ്രമുഖയായിട്ടുള്ളൊരു നടിയാണ്. ആ നടിയെ തൃഷ അവിടെ വിവാഹം ചെയ്തു. തൃഷയും ആ നടിയും തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഈ സുചിത്ര എന്ന് പറയുന്ന, സുചി ലീക്സ് എന്ന് പറഞ്ഞ് പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സുചിത്രയുടെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമം, അതായത് പ്രത്യേകിച്ച് തമിഴ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്ത് ആഘോഷിക്കുന്നത്. തമിഴന്മാർക്ക് പിന്നെ കണ്ടൻറ്റിന് ഇപ്പോൾ ഒരു ക്ഷാമവും ഇല്ല എന്നുള്ളതാണ്. തൃഷയെ എനിക്കിഷ്ടമേ അല്ല, വിജയുടെ ജീവിതത്തിലെ ഇത്തിൽ കണ്ണിയാണ് അവൾ എന്നാണ് പ്രമുഖ ഗായികയായിട്ടുള്ള ഈ സുചിത്ര തുറന്നടിച്ചിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായാലും ഇതൊരു ചർച്ചയ്ക്ക് വഴിയിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ വിജയ് കാണിച്ചത്, എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, ആസ് എ ജേർണലിസ്റ്റ് ഒരാൾക്ക് വേദനിക്കുന്ന തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് എന്തും തെണ്ടിത്തരമാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്, ഒരു ഭർത്താവുണ്ട്. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ വേർപിരിയണം. മ്യൂച്വൽ റെസ്പെക്റ്റ് ഇട്ടിട്ട് ഡൈവേഴ്സിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും നല്ലപോലെ ജീവിക്കുകയാണ്, ആ ജീവിതത്തിനിടയിൽ നുഴഞ്ഞു കയറാനായിട്ട് ചെല്ലാതിരിക്കുക. അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും
ഒരു ഭർത്താവിന് വേറൊരാളോട് സ്നേഹം തോന്നുന്നു, ഭാര്യയ്ക്ക് അത് ഓക്കെ ആണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഭാര്യയ്ക്ക് വേറൊരാളോട് സ്നേഹം തോന്നുന്നു, ഭർത്താവിന് അത് ഓക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ഡിവോഴ്സിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പുള്ളിയുടെ അവിഹിതം കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് വേദനയുള്ള ഒരു സീനായിരുന്നു. കാരണം വിജയുടെ ഭാര്യയില്ല, വിജയുടെ മകനില്ല. എനിക്ക് തോന്നുന്നു മാസ്റ്റർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വരെ വിജയുടെ ഭാര്യ ഉണ്ടായിരുന്നു വിജയുടെ കൂടെ. അതിന് ശേഷമാണ് തോന്നുന്നു ഈ സംഭവം തൂക്കിയത്. നൈസായിട്ട് അടുക്കള വാരമായിട്ട് തൂക്കി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.